റെഡി റെഡി. ഹലോ ഗായ്സ്, സൂസ മല്ലു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അയ്യോ, ഇത് ആരാന്നറിയാം? നമ്മുടെ അളിയന കേട്ടോ, മൂത്തളിയന. അപ്പൊ ഇന്ന് നമ്മള് പുതുതായിട്ടൊരു വെറൈറ്റി സാധനം കൊണ്ട് വന്നിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, അച്ചാറാണ്. അത് വേറെ അച്ചാറുകൾ പലതരം ഉണ്ട്. ഇതൊരു വെറൈറ്റിയാ, നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ആദ്യം നമുക്ക് ഇതിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഞങ്ങൾ പറഞ്ഞു വെറൈറ്റി ആയിട്ടൊരു അച്ചാറാന്ന് പറഞ്ഞു. നിങ്ങൾ പൊതുവെ അച്ചാറുകൾ കണ്ടിട്ടുണ്ട്, എങ്കിലും നമ്മൾ ഇന്ന് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത് ബീട്രൂട്ട് ഉണ്ട്, വെളുത്തുള്ളി ഉണ്ട്, ഇഞ്ചി ഉണ്ട്, ഡേറ്റ്സ് ഉണ്ട്, പച്ചമുളക് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് ഒരു വെറൈറ്റി ആയിട്ട് പലതരം രൂപത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇത് ഇച്ചിരി വെറൈറ്റി ആയിട്ടാണ്, നമുക്കതൊന്ന് കണ്ടു നോക്കാം. ഇതിനകത്ത് നമുക്ക് ബീട്രൂട്ട് നമ്മൾ രണ്ട് രീതിയിൽ എടുത്തിട്ടുണ്ട്. ഒന്ന് നമ്മൾ മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്, കുറച്ച് പീസുകളായിട്ടും വെച്ചിട്ടുണ്ട്. ഇതെന്താണെന്ന് വെച്ചാൽ ഇടയ്ക്ക് അച്ചാർ എന്ന് പറഞ്ഞാൽ വെറുതെ ഇങ്ങനെ ജ്യൂസ് പോലെ ഇരുന്നിട്ട് കാര്യമില്ല, ഇടയ്ക്കൊന്ന് കടിക്കാൻ വേണ്ടേ, അതിന് വേണ്ടി വെച്ചേക്കണേ. അതേപോലെ തന്നെ ഇഞ്ചി നമ്മൾ നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. വെളുത്തുള്ളിയും സെയിം അവസ്ഥ, ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് കടിക്കാനൊക്കെ ആയിട്ട് ഇത് അതേപോലെ തന്നെ ക്രഷ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ക്വാണ്ടിറ്റി എത്രയാണെന്നുള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും, നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ പോയി നോക്കുക കേട്ടോ. അതുപോലെ തന്നെ പച്ചമുളക് ഒരു 100 ഗ്രാം ഉണ്ടാവും അല്ലേ? 100 ഗ്രാം നമ്മുടെ സ്പൈസിനനുസരിച്ച് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതെ, അത് സ്പൈസി എന്ന് പറഞ്ഞത് ചിലപ്പോൾ മധുരം കൂടാം, മധുരം കുറയാം. അപ്പം അതിനനുസരിച്ചൊക്കെ നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ എടുക്കുക. കറിവേപ്പിലയുണ്ട്, പിന്നെ വിനാഗിരി ഉണ്ട്, പിക്കിള്, അച്ചാറ് പൊടി എടുത്തിട്ടുണ്ട്. ഈ അച്ചാറ് പൊടി എടുത്തിട്ട് നെല്ലറയുടെയാണ്, പരസ്യമൊന്നുമല്ല കേട്ടോ, അവർ തന്നൊന്നല്ല, എങ്കിലും നമ്മളെടുത്താണ്. പിന്നെ നല്ലെണ്ണ നമ്മൾ എടുത്തിരിക്കുന്നത് KLF-ന്റെ നല്ലെണ്ണയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് മഞ്ഞൾ പൊടി, അതുപോലെ തന്നെ മുളക് പൊടി. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായ ഉടനെ തന്നെ നമ്മൾ അതിനകത്തോട്ട് യൂസ് ചെയ്യുന്നത് നല്ലെണ്ണയാണ്. അപ്പൊ നമ്മൾ ആവശ്യത്തിനുള്ള നല്ലെണ്ണ യൂസ് ചെയ്യുന്നുണ്ട്. നോർമൽ നമ്മൾ ഒരു കറിക്കും കാര്യത്തിനൊക്കെ യൂസ് ചെയ്യുന്ന പോലെ തന്നെ കടുക് പൊട്ടിക്കാൻ എത്രയാണോ യൂസ് ചെയ്യുന്നത് അത്രയും യൂസ് ചെയ്താൽ മതി, കൂടുതലൊന്നും വേണ്ട. നമുക്ക് നല്ലെണ്ണം ചൂടായതിനു ശേഷം നമുക്ക് അതിനകത്തോട്ട് കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. അപ്പൊ എണ്ണയുടെ ചൂടായിട്ടുണ്ട്, അതിനൊക്കെ ആവശ്യത്തിനുള്ള കടുക് നമ്മൾ ആഡ് ചെയ്യണം കേട്ടോ. കടുക് പൊട്ടി വരുന്നുണ്ട്. നമ്മൾ അതിനകത്തോട്ട് ഇനി എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പില ആഡ് ചെയ്യാണ്. നമ്മൾ 3 തണ്ട് കറിവേപ്പില എടുത്ത് വെച്ചിരുന്നത്, 3 തണ്ട് കറിവേപ്പില ആഡ് ചെയ്യുന്നുണ്ട്. ഫ്ലെയിം അല്പം കുറച്ച് വെക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി ആഡ് ചെയ്യാണ്. അതുപോലെ തന്നെ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ആഡ് ചെയ്യുക. ചതച്ചല്ല, ശരിക്കും പേസ്റ്റ് രൂപത്തിലായിട്ടുണ്ട്, അതിനെ നമ്മൾ ആഡ് ചെയ്യാണ്. അത് നല്ല രീതിയിൽ നമ്മൾ നോർമൽ കറി ഉണ്ടാക്കുമ്പോൾ വരുന്നത് പോലെ തന്നെ ബ്രൗൺ കളർ ആവുന്ന രീതിയിൽ തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കണം. എന്നാലേ അതിൻ്റെ ഒരു കുത്തു മാറുള്ളൂ എന്നാണ് നമ്മുടെ അളിയൻ പറയണത്. അളിയൻ്റെ വകയാണ് കേട്ടോ, ഞാനല്ല ഉണ്ടാക്കണേ. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന, നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീട്രൂട്ട് നമ്മൾ ആഡ് ചെയ്യാണ്. അതുപോലെ തന്നെ എടുത്തു വെച്ചിരിക്കുന്ന ഡേറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമൽ മരത്തിൽ നിന്ന് പറിച്ചെടുത്ത ഡേറ്റ്സ് തന്നെയാണ് കേട്ടോ. നമ്മൾ കടയിൽ നിന്ന് മേടിച്ച ഡേറ്റ്സ് അല്ല, മരത്തിൽ നിന്ന് പറിച്ചെടുത്ത് തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ആഡ് ചെയ്യാണ്.
നമ്മളിപ്പോൾ മുളക് എടുത്തു വെച്ചിരുന്നു. നമ്മൾ ആ മുളക് ക്രഷ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാനിപ്പോൾ അത് ക്രഷ് ചെയ്തു. അത് നമ്മൾ ആഡ് ചെയ്യാണ്. നമുക്ക് നമ്മുടെ ഇഷ്ടാനുസരണം മുളക് ആഡ് ചെയ്യാം. അത് കൂടുതൽ എരിവ് വേണമെന്ന് താല്പര്യമുള്ളവർക്ക് ഇതിൽ കൂടുതൽ വേണമെന്നെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ഏകദേശം ഒരു 100 ഗ്രാം അടുപ്പിച്ചേ ഉള്ളൂ മുളക് നമ്മൾ എടുത്തിട്ടുള്ളൂ. അതിൽ കൂടുതൽ നിങ്ങൾക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇച്ചിരി കൂടെ ആഡ് ചെയ്യാവുന്നതാണ്. ഇതിലേക്ക് ബാക്കിയുള്ള നമ്മുടെ ബീട്രൂട്ടും കൂടെ ആഡ് ചെയ്യാണ്. ഇപ്പം നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന എല്ലാ വെജിറ്റബിൾസും ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. നമ്മൾ ഇതിനകത്തോട്ട് ഇനി ആവശ്യത്തിനുള്ള പൊടി ഐറ്റംസ് ആഡ് ചെയ്യാൻ പോവാണ്. ആദ്യമായിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നത് മഞ്ഞൾപ്പൊടിയാണ്. എത്ര ടീസ്പൂൺ ആഡ് ചെയ്യണം അറിയാം? ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അതായത് നമ്മുടെ എടുത്ത ഐറ്റത്തിനനുസരിച്ച് നമ്മൾ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യും. കേട്ടല്ലോ, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അതുപോലെ തന്നെ മുളക് പൊടി നമ്മൾ നേരത്തെ പച്ചമുളക് ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും നമുക്ക് എത്ര സ്പൈസി ആവശ്യമുണ്ട് അതിനനുസരിച്ച് മുളക് പൊടി ഇടുക. കാരണം നിങ്ങൾ എത്ര ഇട്ടാലും ചിലപ്പോൾ ലാസ്റ്റ് നിങ്ങൾക്ക് എരിവ് ഉണ്ടാവില്ല. കാരണം ഡേറ്റ്സും അതേപോലെ തന്നെ ബീട്രൂട്ടും അത്യാവശ്യം മധുരമുള്ളതാണ്. അതുകൊണ്ട് അതനുസരിച്ച് നിങ്ങൾ നോക്കിയിട്ടിടുക. ഇതൊക്കെ ഓർമ്മ വെച്ചോണേ, ലാസ്റ്റ് എന്നെ പറയരുത്. അതുപോലെ തന്നെ നമ്മൾ അടുത്തിടുന്ന അച്ചാർ പൊടിയാണ്. അത് നമ്മൾ എടുത്തേക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് വേണം നമ്മൾ അച്ചാർ. ഞാനിപ്പോൾ ഇടാൻ പോകുന്നത് 2 ടേബിൾ സ്പൂൺ ആണ്. പുള്ളിക്കാരൻ 2 ടേബിൾ സ്പൂൺ എന്ന് പറഞ്ഞ് കവർ കൊട്ടിയത് ഒന്നും ഉണ്ടായിട്ടില്ല. ആളത്ര എക്സ്പെർട്ട് ആയതുകൊണ്ടാണ് കേട്ടോ. ഈ ഒരു മേഖലയിൽ ആള് കിടുക. നിങ്ങൾക്കൊരു കാര്യം അറിയോ? കഴിഞ്ഞ വീഡിയോയില് നമ്മൾ ഇടിയിറച്ചി ഉണ്ടാക്കി. അപ്പോഴും ഞാൻ പറഞ്ഞ സെയിം ഡയലോഗ് ഉണ്ട്. നമ്മൾ പാത്രം നോക്കിയിട്ട് എടുക്കണം നമ്മുടെ സാധനങ്ങൾ. ഇത് ക്വാണ്ടിറ്റി കൂടുതൽ പോയി പാത്രം ചെറുത്ത് പോയി. നിങ്ങൾക്കത് പറ്റരുത് കേട്ടാ. വേറെ ഒന്നും ഉണ്ടായിട്ടല്ല, നമ്മുടെ അടുത്ത് ഇപ്പോൾ ഉള്ള പാത്രങ്ങളൊക്കെ വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ്. നമുക്കിപ്പോൾ അരിഞ്ഞ ഇച്ചിരി കൂടിപ്പോയി. ഇത്രയും അരിയണ്ടായിരുന്നു ഇപ്പോൾ തോന്നിപ്പോയി. അല്ലാതെയാ അച്ചാർ കുറെ കാലത്തിന് നിൽക്കും. നമ്മൾ ചെറുതായിട്ട് ഉണ്ടാക്കിയാൽ അതിൻ്റെതായ ടേസ്റ്റിന് സാധനം ഉണ്ടാക്കി കഴിഞ്ഞാൽ അച്ചാർ കുറെ കാലത്തിന് നിൽക്കും. നമ്മൾ പേടിക്കണ്ട. ടേസ്റ്റ് ഉണ്ടെങ്കിൽ കുറെ കാലം നിൽക്കൂലടിയാ. അതൊക്കെ ടപ്പെന്ന് തീരൂലേ. കുഞ്ഞളിയുടെ വേണ്ടായിരുന്നു, അവൻ ഡ്യൂട്ടിയിലായി പോയി. ആള് ഇടിയിറച്ചി ടേസ്റ്റ് ചെയ്യാനായിട്ട് കറക്റ്റ് ടൈമിൽ ആള് എത്തിയായിരുന്നു, പറന്നെത്തിയായിരുന്നു. അവന്റെ ഒരു സാന്നിധ്യം ഭയങ്കരമായിരുന്നു കേട്ടോ. നിങ്ങൾ എന്തായാലും പരീക്ഷ നോക്കണം കേട്ടാ. ബാച്ചിലേഴ്സിനൊക്കെ നല്ലതാണ് ഇതൊക്കെ. ഇപ്പോൾ നമുക്ക് എന്തായാലും ബാച്ചിലേഴ്സിന് മാത്രമല്ല, ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ദോഷമായിട്ടുള്ള ഒരു സാധനമല്ല. ബീട്രൂട്ട് നല്ല സാധനമാണ്. എത്രമാത്രം ഗാർലിക്കോ നമ്മുടെ ശരീരത്തിൽ അത്രയും നല്ലതാണ്. ഇഞ്ചി നല്ല സാധനമാണ്. ഡേറ്റ്സ് നല്ല സാധനമാണ് ശരീരത്തിന്. പിന്നെ സ്പൈസി മാത്രം നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്ത് കഴിഞ്ഞാൽ ഇത് ശരീരത്തിന് ദോഷമാകുന്ന ഒരു കാര്യമല്ല. നല്ല അച്ചാർ, എൻ്റെ ഒരു പരിധിയിൽ പറയുകയാണെങ്കിൽ നല്ലൊരു അച്ചാർ തന്നെയാണ്. അപ്പൊ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം, മറക്കരുത്. ഞാൻ ബാച്ചിലേഴ്സ് ഇത് മുൻകൂട്ടി ഒരു മുൻഗണന കാണിക്കണം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും കേട്ടില്ല. നമ്മളൊക്കെ ബാച്ചിലേഴ്സ് ആയിട്ട് നിന്നിട്ടുള്ളവരാണ്. ബാച്ചിലേഴ്സ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് ചില സമയത്ത് ചിലപ്പോൾ കൂട്ടാൻ പോലും ഉണ്ടാവില്ല. നമുക്കൊക്കെ നല്ല അനുഭവമാണ്. അപ്പൊ സമയത്ത് ഒരു ഇച്ചിരി കഞ്ഞീന്റെ ഒപ്പം ഇച്ചിരി അച്ചാറ്, ഇങ്ങനത്തെ ഒരു അച്ചാർ മതി നമുക്ക്. വേറെ നമ്മൾ കടയിൽ നിന്ന് ആവശ്യമില്ലാത്ത അച്ചാറുകൾ മേടിച്ച് കഴിക്കുന്ന സമയത്ത് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് മെനക്കെട്ട് നമുക്ക് ഇതേപോലെ ഒരു അച്ചാർ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ കഴിക്കുകയും ചെയ്യാം, നല്ല ടേസ്റ്റി കഴിക്കുകയും ചെയ്യാം. ഒരു മായമില്ലാതെ ആരോഗ്യത്തിന് നല്ലതുമാണ്. അപ്പൊ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു അച്ചാർ തന്നെയാണ്. നമ്മൾ കൂടുതൽ അല്ലാത്ത സാധനങ്ങളൊന്നും നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ഏറ്റവും ഗുണപ്രദമായ ഒരു അച്ചാർ തന്നെയാണ് കേട്ടോ. അതിപ്പോ ഏകദേശം നമ്മളെല്ലാം ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇനി കുറച്ച് നേരത്തേക്ക് ഒരു ലിഡ് വെച്ച് ക്ലോസ് ചെയ്യാൻ പോകാം കേട്ടോ. നമ്മളിപ്പോ ലിഡ് വെച്ച് ക്ലോസ് ചെയ്തിട്ടുണ്ട്. നമ്മളിനി ഒരു 5 മിനിറ്റ് നേരം അങ്ങനെ തന്നെ ഒരു ആ ക്ലോസ് ചെയ്ത് വെച്ചേക്കുന്ന രൂപത്തിൽ തന്നെ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ചെറിയ ഫ്ലെയിമിൽ വെച്ച് നമ്മളൊന്ന് ബേൺ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അതിനിടയ്ക്ക് നമുക്ക് ചെറിയൊരു പരിപാടി ചെയ്യാനുണ്ട്. അതിൻ്റെ ഒരു സീക്രട്ട് എന്ന് പറഞ്ഞ ഇതാണ് ഞാൻ പറഞ്ഞത്. കുറച്ച് ഉലുവ എടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഉലുവ, 1/4 ടീസ്പൂൺ കടുക്, അതേപോലെ 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, 1 ടീസ്പൂൺ വലിയ ജീരകം. ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാൻ പോകും കേട്ടോ. ഇത് കൂടാതെ ഈ പൊടിച്ചെടുക്കുന്ന കൂട്ടത്തിൽ നമ്മൾ കായം കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് ലിഡ് ഒന്ന് തുറന്ന് നോക്കാം. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. നമ്മൾ ഉപ്പ് ആഡ് ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് ഒതുങ്ങാൻ വേണ്ടിയിട്ട് വെച്ചതായിരുന്നു. ഇനി നമുക്ക് അല്പം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം അതിനകത്തോട്ട്.
ഉപ്പ് പിന്നെ പറയണ്ടല്ലോ, നിങ്ങൾ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ആഡ് ചെയ്തോളാം. പിന്നെ കൂടി പോയി എന്ന് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങളൊരു കാര്യം കാണണം. സമയം കണ്ടോ നിങ്ങൾ? രാത്രി 12:10. നമ്മുടെ ഡെഡിക്കേഷനാണ്. അതൊന്നും ആരും കാണുന്നില്ല. നാളെ ഡ്യൂട്ടികളാണ്. 7 മണിയാകുമ്പോൾ പോകേണ്ടതാണ്. 7 മണിക്ക് പോകണമെന്നുണ്ടെങ്കിൽ അറിയാലോ രാവിലെ എത്ര നേരത്തെ നീച്ചാലോ. അപ്പോൾ ഒക്കെ നോക്കി കണ്ടൊക്കെ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ വളർത്തുക, കേട്ടാ കേട്ടാ അളിയൻ പറഞ്ഞ കേട്ടാ നിങ്ങള്. അപ്പൊ അതിനനുസരിച്ച് ഒന്ന് സപ്പോർട്ടൊക്കെ തരും കേട്ടോ നിങ്ങൾ. ഞങ്ങൾക്ക് വേണം ഒരു ഗോൾഡൻ മെഡൽ. ഗോൾഡൻ മെഡൽ കൊണ്ടാ 1000 ഒരു സബ്സ്ക്രൈബർ ആയി കിട്ടിയാൽ മതിയായിരുന്നു. അത് ആവണില്ല. 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മെല്ലെ ലിഡും തുറന്ന് നോക്കുക. അത് ഇപ്പോൾ കുറച്ച് വിനാഗിരിയുടെ കുറവുണ്ട്. നമ്മളൊരല്പം കൂടെ വിനാഗിരി ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ. ഇതിന് ശേഷമാണ് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന സ്പൈസസ് എന്നല്ല പറയുന്നത്, കടുക് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ജീരകം കാര്യങ്ങൾ, അത് നമ്മൾ ആഡ് ചെയ്ത്. ആ ഒരു സീക്രട്ട് റെസിപ്പിയാണ്, അളിയൻ്റെ സീക്രട്ട് റെസിപ്പി. അപ്പോൾ അതും കൂടെ നമ്മളിപ്പോൾ ആഡ് ചെയ്യാണ് കേട്ടോ. ആ പൊടി അത് മാത്രമാക്കരുത്, മറക്കരുത്. അതിനകത്ത് കായം നിർബന്ധമായിട്ടും ആഡ് ചെയ്യണം. അത് നിങ്ങളെ കാണിക്കാൻ വിട്ടുപോയി. പൊടിക്കുന്നതിന് മുമ്പ് കായം ചെറിയൊരു പീസ് ഇട്ടാൽ മതി. ഓക്കെ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ മിക്സ് വെജ് എന്നല്ല, നമ്മുടെ സ്പെഷ്യൽ അച്ചാറിൻ്റെ പ്രിപ്പറേഷൻ ഇപ്പോൾ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് കൂളിംഗ് ടൈമാണ്. നന്നായിട്ട് ഇത് കൂൾ ചെയ്തിട്ട് നാളെ, ഇപ്പോൾ രാത്രി നമ്മൾ സമയം കാണിച്ചു തന്നല്ലോ, 12 മണി കഴിഞ്ഞു. നാളെ ആകുമ്പോഴേക്കിന് ഏകദേശം തണുപ്പൊക്കെ നന്നായിട്ട് ചൂടൊക്കെ പോയി ഒട്ടും വെള്ളമില്ലാത്ത ഒരു പാത്രത്തിനകത്തോട്ട് നിങ്ങളിത് മാറ്റണം. അത് മാറ്റി കഴിഞ്ഞതിന് ശേഷം മുകളിൽ കുറച്ച് വിനാഗിരിയും അതുപോലെ തന്നെ നല്ലെണ്ണയും മുകളിലൊഴിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ നൈസായിട്ട് യൂസ് ചെയ്യുക. നല്ല അഭിപ്രായങ്ങൾ അറിയിക്കണം നിങ്ങൾ. തീർച്ചയായിട്ടും അതിൻ്റെ കമൻസ് നിങ്ങൾ അതിനകത്ത് രേഖപ്പെടുത്തണം. മാത്രമല്ല നിങ്ങൾ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും ഞാൻ പറയാണ് കേട്ടോ, മറക്കല്ലേ. റെഡി നമ്മുടെ അച്ചാർ റെഡി. അപ്പൊ ടേസ്റ്റിംഗ് ടൈമാണ്. അളിയാ അപ്പൊ നമ്മുടെ ടേസ്റ്റിംഗ് ടൈമാണ്. ആദ്യം എന്റെ സ്വന്തം വൈഫിനൊന്ന് കൊടുത്ത പോലെ എന്താ അഭിപ്രായം പറഞ്ഞു നോക്കാം അല്ലേ, എങ്ങനെയുണ്ടെന്ന്. ഇതിനു മുമ്പ് ഇങ്ങനത്തെ ഒരു അച്ചാർ വെച്ചിട്ടുണ്ടാ? അപ്പൊ അതാണ്. അപ്പം മറക്കണ്ട. അപ്പൊ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ അച്ചാറ് തീർച്ചയായിട്ടും നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കണം. കഴിച്ചിട്ട് അഭിപ്രായം നിങ്ങൾ രേഖപ്പെടുത്തണം, കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യണം. നമ്മുടെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പൊ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.